ഒരു കുഴപ്പം ഒരു ഒരു പ്രശ്നം ആർക്കും ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു ഭാഗ്യം, ദൈവാധീനം എന്ന് പറയാം. ഇല്ല, അവർക്ക് ഇത് എവിടെയാണ് സ്പോട്ട് കിട്ടിയില്ല, സ്മെല്ല് കിട്ടി. അവർ എ സി റൂം, ഉണ്ടല്ലോ, എയർ ഹാൻഡിങ് യൂണിറ്റ്, അവിടെയൊക്കെ തപ്പി നോക്കി, സ്മെല്ല് നോക്കി. പക്ഷേ ഇത് കറക്റ്റ് സ്പോട്ടിലെത്തിയപ്പോഴും അവിടെ കൂടുതലായി കഴിയും. നമ്മുടെ കയ്യിലൊതുങ്ങാത്ത രീതിയിലായി സ്റ്റാഫിൻ്റെ. 2023 ഉണ്ടായ വേറൊരു വ്യത്യാസമുണ്ട്. അന്ന് രാത്രി ഇത് ചെറുതായിട്ട് തുടങ്ങി രാവിലെയാണ് അത് ഒരു ബേസ്റ്റായിട്ട് പൊട്ടി വന്നത്. രാവിലെയാണ് അറിഞ്ഞത്. ഒരു 5:45-6 മണിക്കാണ് അന്നുണ്ടായത്. ഇത് ആ സ്പോട്ടല്ല, കുറച്ചുകൂടി ഡിഫറെൻ്റാണ്. ഷോർട്ട് സർക്യൂട്ടാണ്. അല്ല, പുതിയ വയറിംഗ് വെച്ചാൽ ഒരു ഫ്ലോറിലാണ് പുതിയ ഫ്ലോർ. അന്ന് കാര്യമായിട്ട് ഒരു ഫ്ലോറിലാണ് പറ്റിയത്. അല്ല, അതിലും ഉണ്ടായി, അതിന് മുകളിലുണ്ടായി. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, എല്ലാം ചെയ്തു. ഗോഡൗണല്ല, ഗോഡൗൺ നമ്മുടെ അങ്ങനെ ഇല്ല അവിടെ. ഇവിടെ എല്ലാം സ്റ്റോക്ക് അവിടെ നിന്ന് വരും, ഇവിടെ കയറ്റുക. സ്റ്റോക്ക് നമ്മൾ എക്സ്ട്രാ സ്റ്റോക്ക് വെക്കുന്ന സ്ഥലത്താണ്, എക്സ്ട്രാ സ്റ്റോക്ക് വെക്കുന്ന സ്ഥലത്താണ് ഉണ്ടായത്. അല്ല, അങ്ങനെ അത്രയധികം വന്നിട്ടില്ല. ഇപ്പോൾ വരുന്നുണ്ട്, വന്നുകൊണ്ട് ഉണ്ടായിരുന്നു. കുറച്ച് ഉപയോഗിച്ചു. അത് ഇതൊരു വെപ്രാളാണല്ലോ. സ്റ്റാഫ് ജനറൽ സ്റ്റാഫ്, ഫയർഫോഴ്സ് പാറ്റില്ലല്ലോ, വെപ്രാളുണ്ടാവുമല്ലോ. അവർക്ക് ഒന്നാമത് എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായമാണ്, അന്നത്തെ 23 ആ തീപിടുത്തമുണ്ടല്ലോ, അത് ഗംഭീരമായിട്ട് കണ്ടതാ. ആ പേടി അവരിലുണ്ടെന്ന് തോന്നുന്നു. ആ ധൈര്യമായിട്ട് നേരിടാനുള്ള ഒരു ഇത് പറ്റിയില്ല. കണ്ടു തുടങ്ങിയത് ഫസ്റ്റും സെക്കൻഡും. ഫസ്റ്റിലാണ് നമ്മൾ നോക്കിയത് അല്ലേ. പക്ഷേ ശരിക്കും സെക്കൻഡിലാണ് പിടിച്ചത്. ഞങ്ങൾ നമ്മുടെ സ്മെല്ല് ഇത് കിട്ടി ഫസ്റ്റിലാണ്, ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നോക്കിയത്. അപ്പോൾ ആ ചെറിയ നമുക്ക് അറിഞ്ഞ് വരാനുള്ള ഒരു താമസം, ചെറിയ താമസം. ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനെന്താ പറയാ, നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾക്ക് മുമ്പിലുണ്ട് ഷോപ്പ്. ഏതായാലും അന്നത്തെ കാലത്ത് നല്ല നഷ്ടമുണ്ട്. 3 ഇരട്ടി കുറഞ്ഞ പക്ഷമുണ്ട്. അന്ന് ഒരു ഫ്ലോറിലാണ് പറ്റിയത്. ഇത് വേറെ കാര്യം, തുണിയാണ്. തുണിക്കടയ്ക്കുള്ള ഒരു പ്രോബ്ലം, ഈ ഫയർഫോഴ്സ് വന്നു കഴിഞ്ഞാൽ വെള്ളം അടിച്ചാൽ പിന്നെ പുക നിറഞ്ഞു കഴിഞ്ഞാൽ അതും എഫക്റ്റ് ചെയ്യും. ഉപയോഗിക്കാൻ പറ്റില്ല. ഓൾമോസ്റ്റ് അങ്ങനെയാണ് തോന്നുന്നത്. അല്ല, ജീവനക്കാരൊക്കെ നമുക്ക് എല്ലാം ബാക്കി ഷോപ്സ് ഉണ്ട്, എല്ലാം കസ്റ്റമേഴ്സ് നമ്മുടെ സ്ട്രോങ് ബേസ് ഉണ്ട്. നിങ്ങളെല്ലാവരും നമ്മുടെ സപ്പോർട്ടേഴ്സാണ്. എല്ലാവരും നമ്മുടെ മീഡിയ, എല്ലാവരും നമ്മുടെ ഇത് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും അനുഗ്രഹമുണ്ട്, സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് പ്രശ്നമില്ല. നമ്മൾ അതെ അത് തീർച്ചയായിട്ടും അത് എനിക്ക് പറയാനുള്ളതല്ല. അത് നമ്മൾ ശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ വല്ല വാസ്തുവോ എന്തെങ്കിലും നോക്കേണ്ടി വരും. അങ്ങനെ നോക്കേണ്ടി വരും. ഞാനിത് സംസാരിച്ചു. ആക്ച്വലി നമുക്ക് തന്നെ 2ാമത്തെ പ്രാവശ്യം ഉണ്ടാകുന്നു. ഇത് ഇപ്പോൾ അവിടെ ഷണായി അവിടെ ഉണ്ടായി, ടെക്സ്റ്റൈൽ ഏതാണ് മറ്റേ അവിടെ ഉണ്ടായി, എത്ര ഷോപ്പ് പാളയത്ത് ഉണ്ടായി, കുറേ ഷോപ്സിൽ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് എന്തോ നമ്മുടെ നമ്മൾ നോക്കിയിരുന്നു. കുറേ അതിനുള്ള വർക്കും ചെയ്തു. കുറേ അവർ പറഞ്ഞ ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ മാതിരി കുറേ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ തീക്ക് ഒരു പ്രശ്നം വെച്ചാൽ ഒരു ലെവല് കഴിഞ്ഞാൽ കയ്യിലൊതുങ്ങില്ല. പിന്നെ ഫയർഫോഴ്സ് നിങ്ങൾ കണ്ടാണല്ലോ, ഫയർഫോഴ്സ് വന്ന് അവർ കയറാൻ എത്ര നേരം എടുത്തു ഉള്ളിൽ. അവർ ഇത്ര എക്സ്പേർട്ട് ആൾക്കാരും എല്ലാമായിട്ട് അവർക്ക് പോലും കയറാനും പമ്പ് ചെയ്തിട്ടും തീ അണയുന്നില്ല. ഒരു തുടക്കത്തിൽ അണച്ചാൽ അണഞ്ഞു. വയറിംഗ് വരുത്തിയിട്ടുണ്ട്. എല്ലാം മറ്റേ ELCB എല്ലാം വെച്ചിട്ടുണ്ട്. വയറിംഗ് എല്ലാം മാറ്റി, സിസ്റ്റം എല്ലാം പുതിയതാണ്. ഗ്ലാസ് പൊട്ടിക്കാൻ അത് ആക്ച്വലി ഞാൻ എറണാകുളത്തായിരുന്നു. എറണാകുളത്താണ് വന്നത്.
ഞാൻ അവിടുത്തെ അപ്പം തന്നെ വിളിച്ച് ഗ്ലാസ് മാക്സിമം ഓപ്പൺ ചെയ്യുക, JCB വിളിച്ച് പൊട്ടിക്കുക. അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. കുറേ കാര്യങ്ങൾ, കുറേ ഫയർ എക്സിറ്റൊക്കെ ഉണ്ട്. ഫയർ എക്സിറ്റ് 4 ഫയർ എക്സിറ്റ് ഉണ്ട്. പിന്നെ ഫ്രണ്ട് ഡോർ ഓപ്പൺ ആയിരുന്നു. പക്ഷേ ഇത് നോക്കണം, അതൊന്ന് പഠിക്കാനുണ്ട്, അന്വേഷണം പഠിക്കാനുണ്ട്, എങ്ങനെ പറ്റിയെന്ന് നോക്കാനുണ്ട്. നമുക്ക് അങ്ങനെ വേറെ ഒന്നും അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഇപ്പോൾ പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഷോർട്ട് സർക്യൂട്ട് ആവാം എന്നാണ് എൻ്റെ കൂടുതൽ ബലമായ സംശയം. പക്ഷേ അത് ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ് മിഷണറിയാന്ന് തീരുമാനിക്കണം. ഫയർ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും അവരൊക്കെ തീരുമാനിക്കേണ്ടത്, അവരന്വേഷിക്കണം.